ഫ്രണ്ട്സ്, ഇന്ന് നമുക്കേ ബോളി ഉണ്ടാക്കാമല്ലോ. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. അതിന് ഞാൻ 1.5 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരു 3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. ഇത് നമുക്കൊരു കുക്കറിനകത്തേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കുതിർത്തത് കാരണം പെട്ടെന്ന് വേകും ഇത്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഞാൻ 1.5 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഓയിൽ, ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് ഈ മാവ് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ കുഴച്ച് എടുക്കാം. നമുക്കത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂട്ടുകാരൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ നിങ്ങൾ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇത് ലൈക്കും ചെയ്യണം കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് കൈ കൊണ്ട് ഇതുപോലെ സ്മൂത്താക്കി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിക്ക് ഒഴിക്കുന്ന പോലെ തന്നെ അത് കുഴച്ചെടുക്കാം നമുക്ക്. ഇത് എന്നിട്ട് നമുക്ക് 1 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനിത് മാറ്റി വെക്കണം. അടച്ച് വേണം വെക്കാനായിട്ട്. ഇനി നമ്മുടെ പരിപ്പ് വെന്ത് നോക്കാം. അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായി വെന്ത് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം ഉണ്ടല്ലോ, നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇനി ഞാനൊരു നോൺ സ്റ്റിക്ക് പാനാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണയല്ല നെയ്യ് ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ട് ഈ പേസ്റ്റ് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതോടൊപ്പം തന്നെ അതിലേക്ക് ഞാനൊരു 1 കപ്പ് അളവിലുള്ള ശർക്കരപ്പാനി അതിലേക്ക് ചേർത്ത് ഉരുക്കി അരിച്ചെടുത്തതാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഏലക്ക പൊടിച്ചതും ഒരു 1/2 സ്പൂൺ അതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് കുറുക്കിയെടുത്ത് ഒരു ബോളിലേക്ക് ആക്കിയിട്ട് അത് നമുക്ക് ഇതുപോലെ ബോൾസാക്കി മാറ്റി വെക്കാം. അതിന് ശേഷം നമ്മുടെ കുഴച്ച് വെച്ച മാവ് ഒന്ന് നോക്കുക. അതിലേക്ക് ആ മാവ് നമുക്ക് ഇതേപോലെ കയ്യിലെടുത്ത് നമ്മൾ ചപ്പാത്തിക്ക് ഉരുട്ടിയെടുക്കുന്നത് പോലെ ആ മാവ് കുറച്ച് വലിയ ബോൾസാക്കി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. അത് ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് പൊടി അതിലേക്ക് തൂവി ഇട്ട് ഇതേപോലെ കൈകൊണ്ട് ആദ്യം ഒന്ന് പ്രസ് ചെയ്ത് ഇച്ചിരി വലുതാക്കി എടുത്തതിന് ശേഷം നമ്മുടെ കയ്യിലെടുത്തിട്ട് അത് ഒന്നുകൂടെ വലുതാക്കി നമുക്ക് എടുക്കാം. ഇനി ഒരു കുറച്ച് വലിയ ഷേപ്പാക്കിയതിന് ശേഷം നമ്മൾ ഈ ഫില്ലിങ് ഇതിനകത്തേക്ക് നമുക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് പൊതിഞ്ഞെടുക്കാം. ഇതേപോലെ തന്നെ പൊതിഞ്ഞെടുക്കുക. അതിൻ്റെ ആ മാവ്, അതായത് ആ ഫില്ലിംഗ് ഒന്നും വെളിയിൽ കാണാത്ത വിധത്തിൽ നന്നായിട്ട് പൊതിഞ്ഞ് നമുക്ക് എടുക്കാം. കണ്ടല്ലോ, ഇതേപോലെ വേണം അത് എടുക്കാനായിട്ട്. ഇനി ഞാനൊരു ബട്ടർ പേപ്പറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഈ ഒരു ഫില്ലിങ്, അതായത് ഈ മാവ് എടുത്ത് നമുക്കതിലേക്ക് ചപ്പാത്തി പലക അതിൻ്റെ പുറത്ത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ ചപ്പാത്തി പലക വെച്ചിട്ട്, അതായത് ഈ റോള് വെച്ചിട്ട് നമ്മളത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലെവലായിട്ട് വരും. കണ്ടല്ലോ. ഇനി നമുക്ക് ഇത് ഈ പരത്തിയ ഓരോ പീസും നമുക്ക് എടുത്ത്
അപ്പം തന്നെ നമുക്ക്, അതായത് അതെടുത്തിട്ട് മാറ്റി വെക്കാൻ പാടില്ല. അപ്പം തന്നെ നമുക്ക് എടുത്ത് ചൂടായ തവയിലിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിതൊന്ന് മുരിച്ചെടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിലേക്ക് ഇടയ്ക്ക് കുറേശ്ശെ നെയ്യ് ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ഇതേപോലെ ബ്രൗൺ കളറാവണം എന്നും പറഞ്ഞ് കരിഞ്ഞു പോകരുത്. ഇങ്ങനെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് ഇത് എടുക്കാം. അങ്ങനെ നല്ല സൂപ്പർ ബോളി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്ത് ലൈക്കും ചെയ്യണേ.